ഹായ് ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഉച്ചയൂണിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴിതാ കോവയ്ക്ക മെഴുക്കുവരട്ടിക്കും തോരത്തിനും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കോവയ്ക്ക എൻ്റെ വീടിനടുത്തുള്ളൊരു ചേച്ചി തന്നതാണ്, എൻ്റെ സബ്സ്ക്രൈബറും കൂടിയാണ്. അപ്പോൾ ഇതാ കോവയ്ക്ക റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ പോയി കറിവേപ്പിലേക്ക് പിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കടുവൊക്കെ താളിച്ച് ചില്ലി ഫ്ലെക്സ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും പിന്നെ സവാള, പച്ചമുളക് ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കറിവേപ്പില ഇടാൻ മറന്നു പോകരുത് ഗെയ്സ്. ഞാൻ കറിവേപ്പില ഇറുത്തുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വയറ്റുക. അപ്പോൾ അതവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ആ സമയത്ത് നമുക്ക് മീൻ റെഡിയാക്കാം. അപ്പം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ചൂര മീനായിരുന്നു, തലയുടെ കുറച്ച് ഭാഗമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളിക്ക, മുരിങ്ങക്ക, പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അരപ്പും കൂടെ ആവശ്യത്തിനുള്ള അരപ്പ് കൂടെ കലക്കി ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കി കൊടുക്കുക. അതങ്ങ് അടുപ്പിലായിട്ടുണ്ട്. തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിനുള്ള വകയ്ക്കുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. കോവയ്ക്ക് നല്ല അടിപൊളിയായിട്ട് മുറിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ചോറ് വിളമ്പാം ഗെയ്സ്. അപ്പോൾ ഞാൻ കുറച്ച് വാഴയില പ്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിലേക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോവയ്ക്ക നല്ല അടിപൊളി കോവയ്ക്ക തോരനും പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ അതിനുശേഷം ചൂര മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അമ്പാടിക്കാണ് ഈ ചോറ് വിളമ്പുന്നത്. അപ്പം കറി കുറച്ചധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവന് മീൻ കറി ഭയങ്കര ഇഷ്ടമാണ് സുഹൃത്തുക്കളെ. അപ്പം അതെല്ലാം കഴിഞ്ഞു. പിന്നെ എൻ്റെ അമ്മ ഇട്ട അച്ചാറാണ്. സൂപ്പർ ടേസ്റ്റാണ് ഗീസ്. എൻ്റെ അമ്മ ഇട്ടതുകൊണ്ട് പറയുന്നതല്ല, സൂപ്പർ അടാറ് ടേസ്റ്റായിരുന്നു മാങ്ങാച്ചാറ് മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അമ്പാടിക്കുട്ടൻ ആസ്വദിച്ചിരുന്ന് ചോറ് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചോറ് കഴിക്കുന്ന ഒരു അണ്ണൻ്റെ വീഡിയോ ഇല്ലേ, അതുപോലെയാണ് അമ്പാടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതവിടെ നടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക സുഹൃത്തുക്കളെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീഡിയോ കാണും വരെ ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു, ബൈ.